പ്രിയപ്പെട്ട വേണ്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി വി ശിവൻകുട്ടി, ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ്, ബഹുമാനപ്പെട്ട മന്ത്രി കെ എൻ ബാലഗോപാൽ, ബഹുമാനപ്പെട്ട തലവരയ്ക്കൊരു തിളക്കം വെച്ച പങ്കിടിച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. ബഹുമാനിക്കേടമല്ലൂസെ, എന്നെ ബഹുമാനിക്കേടമല്ലൂസെ, എന്നെ ബഹുമാനിക്കേടമല്ലൂസെ. എന്തോ കുത്തി പറയുന്നത് പോലെ. അതെ, എങ്ങനെ കുത്തി പറയാതിരിക്കും? ബഹുമാനമൊക്കെ ചോദിച്ചു മേടിക്കുന്ന അല്പന്മാരെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഒരു നിർദ്ദേശം പിന്നെ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നത് ചോദിച്ചു വാങ്ങുന്ന കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങൾ. ബഹുമാനിക്കണം, എന്നെ ബഹുമാനിക്കണം. എന്നെ മാത്രമല്ല എന്റെ കൂടെയുള്ള ആലിബാബയെയും 41 കള്ളന്മാരെ അല്ലല്ലോ 41 കള്ളന്മാരല്ല, എല്ലാരെയും ബഹുമാനിക്കണം. നിങ്ങൾക്ക് ബഹുമാനിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അതെ, ബഹുമാനം ഒന്ന് വാവുകൊണ്ട് പറയാറിയല്ലോ, അതുപോലെ എഴുത്തിലും വരുത്തുക, അത്രേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. എല്ലാത്തിനും ബഹുമാനം പഠിപ്പിച്ചെന്റെ കാര്യം എല്ലാം ബഹുമാനിക്കട്ടെ. ഈ ബഹുമാനം തിരിഞ്ഞു നിന്നായ വല്ല കുഴപ്പമുണ്ടോ? എഴുത്തിൽ എവിടെ തിരിഞ്ഞിരിക്കണത്? അങ്ങനെ എഴുത്തിലാണല്ലേ? കാണുമ്പോ വേണ്ട, കാണുമ്പോ നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാം, പക്ഷെ എഴുതുമ്പോ ബഹുമാനിക്കണം. കാണുമ്പോ തെറി വിളിക്കാൻ ആരെങ്കിലും പറഞ്ഞോ? ഇവിടെ തെറി വിളിച്ച് നടക്കുന്നവരെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട മുണ്ട് നടത്തി നിൽക്കും. അതുകൊണ്ട് എഴുത്തിൽ വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. എഴുതുന്ന എന്തെങ്കിലും എന്ത് പരാതിയാ പരിഹരിക്കുന്നത്? പരാതി ഉണ്ട്, വെറുതെ നമ്മുടെ കാശ് മുടക്കാനായിട്ട് വെറുതെ. പരിഹാരം പിന്നെ ആദ്യം പരാതി, അതിൽ ബഹുമാനം. ആദ്യം ബഹുമാനം, എന്നാലേ ഇതൊക്കെ ഇവിടെ നടക്കും. എന്നാലും ഉളുപ്പുണ്ടോ? എന്നെ ബഹുമാനിക്കണോന്നൊക്കെ അങ്ങ് ഉത്തരവിറക്കിയേക്കോ, സർക്കുലർ ഇറക്കിയേക്കുന്നു. എന്താന്ന് ഇറക്കണ? അറിയാലോ, ഇറക്കിയേക്കുന്നു. എന്നെ ബഹുമാനിക്കും. എന്നെ ബഹുമാനിക്കണം. മുഖ്യമന്ത്രി മാത്രം പറഞ്ഞു. അതായത് 2ാം പിണറായി സർക്കാരിന്റെ അവസാന കാലം അങ്ങോട്ട് ആയപ്പോഴത്തേക്ക് ഒരു തോന്നൽ, വിജയനൊരു തോന്നൽ, ബഹുമാനം പോരാ, നാട്ടുകാർക്ക് എന്നോട് ബഹുമാനം അത്ര പോരാ, അവന്മാർക്ക് എന്നെ ബഹുമാനിക്കാൻ വയ്യെന്ന് ഞാൻ വിടുവോ? സർക്കുലർ ഇറക്കി ബഹുമാനിക്കണം. ഞങ്ങള് പരിഷ്കരിച്ച ഞങ്ങളുടെ ഭരണ പരിഷ്കാരം കണ്ട് ഇവിടെ അസൂയ കൊണ്ടിട്ട് ഒരു കാര്യം. അതെ, മലയാളികൾ ഇവിടെ കുനിഞ്ഞു നിന്ന് നിങ്ങളെ ബഹുമാനിക്കുന്ന കാണുന്നില്ലേ? അത് പോരെ? എന്റെ അമ്മ, അത് ഞങ്ങൾ കാണുന്നില്ല കേട്ടോ. എപ്പൊ കുനിഞ്ഞു? അങ്ങനെയൊക്കെയാണ് മലയാളികൾ നിങ്ങളെ ബഹുമാനിച്ചോണ്ടിരിക്കുന്നത്. അതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പൊ ചോദിച്ചു മേടിക്കാൻ ചെന്നേക്കുന്നത്. പിന്നെ ചോദിച്ചു, വിജയൻ ചോദിച്ചു, മലയാളി കൊടുത്തു. ട്രോളോട് ട്രോളാ. സോഷ്യൽ മീഡിയ തുറക്കാനൊക്കത്തില്ല. സോഷ്യൽ മീഡിയ തുറന്നാൽ ബഹുമാനപ്പെട്ട കെപ്പിത്താൻ, ബഹുമാനപ്പെട്ട കെപ്പിത്താൻ, ബഹുമാനപ്പെട്ട സൂര്യൻ, ബഹുമാനപ്പെട്ട മുഖ്യൻ, ബഹുമാനപ്പെട്ട തൈക്കണ്ടി കുടുംബം. അതെ, എന്തെല്ലാം വിശേഷണങ്ങളാ. ഇതിലേത് ബഹുമാനം നമ്മൾ തരണം? പിണറായി വിജയൻ വേണോ, അതോ മുഖ്യമന്ത്രി വേണോ, തായ്ക്കണ്ടിയിൽ പിണു വേണോ? ഏത് വെക്കണം? മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ്. എല്ലാത്തിനും ബഹുമാനം വേണം. അതെ, വേണം. കുറച്ചുകൂടെ കഴിയുമ്പോ പറയും ബഹുമാനപ്പെട്ട വീണ വിജയൻ എന്ന് പറയണം, ബഹുമാനപ്പെട്ട കമല വിജയൻ എന്ന് പറയണം. കൊച്ചുമാറ്റ പേര് നമുക്ക് അറിയത്തില്ല. ഞങ്ങൾ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും അല്ല, നിങ്ങൾ അതും ഇറക്കും, നിങ്ങൾ സർക്കുലർ അതും ഇറക്കും. വെളിവില്ലല്ലോ. നിങ്ങൾക്ക് വെളിവില്ലാത്തത് ഒരു ബഹുമാനം, ഒരു ബഹുവല്ലേ, 2 വാക്കല്ലേ എഴുതാൻ പറഞ്ഞു. 2 വാക്ക് എഴുതാൻ നമുക്ക് കുത്തിടാൻ സൗകര്യമില്ലടോ. ഞങ്ങൾ പരാതി കൊണ്ട് വരണ്ട. എഴുതാൻ സൗകര്യം ഇല്ലാത്തൊരു പരാതി വരണ്ട. പിന്നെ പരാതി പെട്ടിട്ട് ഇപ്പൊ എല്ലാം നടക്കും. പരാതിപ്പെട്ടതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചോദിക്കുമ്പോ അവിടെ 2 വാക്കല്ലേ ഉള്ളൂ, എഴുതിക്കൂടെ? 2 വാക്കല്ലേ, എഴുതിക്കൂടെ? അങ്ങ് കണ്ട് പുളകം കൊള്ളട്ടെ. നിവേദനങ്ങൾ, പരാതികൾ, ഇതിലൊക്കെ ഒന്ന് ബഹുന്ന് എഴുതിയേക്കൂ മന്ത്രി. എന്താ സംഭവം? എന്താണെന്നറിയാമോ? ചീത്ത വിളിപ്പിക്കുന്നവരെ കൊണ്ടും ബഹുമാനിപ്പിക്കാനുള്ള ഒരടവ്. ഞങ്ങൾ മലയാളികൾ നിങ്ങളെ നേരം വെളുക്കും തൊട്ട് രാത്രി വരെ ചെറിയ വിളിക്കുന്നത്. പിന്നെ അത് കമ്മികൾ മാത്രമേ നിങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ. സ്വാഭാവികം. കൊങ്ങികളും സംഘികളും കമ്മികളും മാത്രമേ ബഹുമാനിക്കും. കമ്മികൾ. അതെ. അല്ല, ഈ ബഹുമാനം ആഭ്യന്തരമന്ത്രിക്ക് വലിയ ബഹുമാനം ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ വകുപ്പുകളെക്കാളും മുഖ്യമന്ത്രിക്കും
പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനും വല്ലാത്ത ബഹുമാനമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തോ കുത്തി പറയുന്നത് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ആഭ്യന്തര മികച്ച ഒരു അങ്ങനെയാണ് നമുക്ക് കത്തെഴുതാം. ബഹുമാനപ്പെട്ട ആഭ്യന്തര വാഴ അറിയുന്നതിന്. ആഭ്യന്തര വാഴയോ? അല്ല, ബഹുമാനിക്കണം എന്നല്ലേ പറഞ്ഞത്. പറയോ വാഴയോ? വാഴയോ? നിങ്ങൾക്ക് വാഴയായിരിക്കും, ഞങ്ങൾക്ക് തെങ്ങാണ്. തെങ്ങ് മണ്ട പോയ തെങ്ങ്. തേങ്ങ തരുന്ന തെങ്ങ്. തെങ്ങാണ്, പക്ഷെ മണ്ട പോയ തെങ്ങ്. നിങ്ങൾക്ക് മണ്ട പോയ തെങ്ങ്, ഞങ്ങൾക്ക് തേങ്ങയുള്ള തെങ്ങ്. തേങ്ങയുള്ള തെങ്ങ്. സൂര്യ ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും. അതാണോ കേട്ടോ? ആ തേങ്ങാക്കൊലയാണോ? കേരളത്തിന് ഒരു ബഹുമാനമില്ല. ബഹുമാനം എന്ന് പറഞ്ഞ സാധനം അങ്ങനെ പോലെ. അടുത്ത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ നോക്ക്, അവർക്കൊക്കെ എന്തോരം ബഹുമാനങ്ങളാണ് കിട്ടുന്നത്. ഇവിടെ 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 എനിക്ക് ബഹുമാനം തരാൻ വയ്യൊന്നൊരുത്തനും. ബഹുമാനമില്ലാത്ത സാധനങ്ങൾ. വീട്ടിൽ പോയാൽ അവിടെയും ബഹുമാനമില്ല. അല്ല പിന്നെ അതെ, നിങ്ങള് വേറൊരു കാര്യം കണ്ടായിരുന്നു. ഓണത്തിന് ആരൊക്കെ പറഞ്ഞ് ഗവർണർ വരില്ലെന്ന്. ഞങ്ങളുടെ ഗവർണർ വന്നു, ഞങ്ങളുടെ മുഖ്യനായിട്ട് കൈ കൊടുത്തു. അയ്യോ, കാര്യം പറയുന്നു, ചിരിക്കുന്നു, ഉളുപ്പുണ്ടോ? നിങ്ങളാണല്ലോ, നിങ്ങളുടെ മന്ത്രിമാരൊക്കെ കൂടെ ആയിരുന്നല്ലോ മറ്റേ ഗവർണർ അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയത്. എന്നിട്ട് പോയതാണ്ട് കുമ്പിട്ട് നിന്ന് ബഹുമാനിക്കുന്നു. അതെ, കേരളത്തിലുള്ളവർ എന്നെ ബഹുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞു കരയുന്ന മുഖ്യൻ ഗവർണറെ കണ്ടപ്പോ ബഹുമാനിക്കുന്നു. പിടിക്കണില്ല കേട്ടോ. മറ്റേ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഞങ്ങൾ ഉടക്കി നിൽക്കണമെന്നാണ് എല്ലാരും ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് സൗകര്യം ഇല്ല. ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കണമല്ലോ. അതാണ് പറഞ്ഞത്, കാര്യങ്ങൾ നടക്കാൻ നിങ്ങൾ ആരുടെയും കാലി നക്കുമെന്ന് നമുക്കറിയാം. ഞങ്ങള് ഗവർണർ ഇല്ലാതെ ഫ്ലാഗ് ഓഫ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അത് എന്ത് കാര്യം നടത്തണമെന്നാണ് പറയുന്നത്. ഗവർണർ ഇല്ലാതെ ഫ്ലാഗ് ഓഫ് നടത്താനും ഓണാഘോഷം നടത്താനും ഒക്കെ ഞങ്ങൾക്ക് അറിയാം. പിന്നെ ഗവർണർ വരട്ടെ, നല്ലൊരു ബന്ധം ഞങ്ങളും രാജ്ഭവനിൽ പോയി നടക്കാമല്ലോ. നടക്കണേക്ക് പിന്നെ രണ്ടാമത്തെ കാര്യം. പക്ഷെ ഓണം ആഘോഷത്തിന് ഞങ്ങൾ ഗവർണർ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വിളിച്ച ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം വന്നു. അവിടെയാണ് ഞങ്ങളുടെ ഈ അതെ ഒരുമ ഞങ്ങൾ എല്ലാരെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന ഞങ്ങളുടെ ആ ഒരു വരൂലെന്ന് പറഞ്ഞൊക്കെ എവിടെ വരൂലെന്ന് പറഞ്ഞൊക്കെ എവിടെ? എന്താ പിടിക്കുന്നില്ലേ? നിങ്ങൾക്ക് പിടിക്കുന്നില്ലേ? മാറി ഇരുന്ന് കരഞ്ഞോ? ആര്? നിങ്ങൾ കരയാ? ഞങ്ങൾ എന്തിനു കരയണം? നിങ്ങളല്ലേ കരയേണ്ടത്. ആഭ്യന്തരമന്ത്രി പൊട്ടി കരയുകയാ. ആണോ? പോലീസുകാരുടെ 3-ാം മുറയും 4-ാം മുറയും ഉരുട്ടലും പിരട്ടലും കാരണം. അതല്ലേ ഞാൻ മുമ്പ് പറഞ്ഞത്, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിക്ക് നല്ല ബഹുമാനമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് എന്നാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരെങ്ങനെ പലതും പറയും. മുഖ്യമന്ത്രിക്ക് ഉളുപ്പുണ്ടെങ്കിൽ അവിടെ എഴുന്നേറ്റ് പോകണം. അതിന് എത്രയോ കാലം കൊണ്ട് പറയുന്നു ഉളുപ്പില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി എന്തിനാണ് ഈ പറയാൻ നിൽക്കുന്നത്? ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? സതീശ, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? ഞങ്ങളുടെ മുഖ്യം പ്രതികരിക്കും, ഈ വിഷയത്തിൽ പ്രതികരിക്കും, ഉടനെ തന്നെ പ്രതികരിക്കും. അതെ, ഉടനെ തന്നെ പ്രതികരിക്കും. ആഭ്യന്തര വകുപ്പിനെതിരെ പച്ച തെറിവിളിയും പുഴുത്ത നാറിയ വർത്തമാനങ്ങളും വന്നിട്ടും കുലുങ്ങാത്ത വിജയനാണ് ഇനി മിണ്ടാൻ പോകുന്നത്. ഇന്ന് KSU പ്രവർത്തകരെ പോലീസുകാർ കൊണ്ടുപോയത് നിങ്ങൾ കണ്ടായിരുന്നോ? കറുത്ത തുണി അവരുടെ മുഖത്തൊക്കെ ഇടിയിച്ച് മറ്റേ തീവ്രവാദികളെ പിടിച്ചോണ്ട് പോകുന്ന പോലെ. എന്ത് വേർഡ് നിങ്ങളുടെ പോലീസാ കാണിച്ചത്. അത് പിന്നെ അവർക്ക് നാളെ ഒരു ഭാവിയില്ലേ? എന്ത്? അവരെ മുഖം കാണാതിരിക്കാൻ നാളെ അവർക്കൊരു ഭാവി. മറ്റേ ഇവരുടെ ഒരു ക്യാപ്സൂള് വന്ന വഴി അതാണ്. എങ്ങനെ വീണാലും അത് തന്നെ പറഞ്ഞില്ലേ? അതാ പറഞ്ഞത്. അതായത് KSU പ്രവർത്തകർ പ്രതിഷേധവുമായി കാറിന് മുന്നിലേക്ക് വരുമ്പോൾ അവരെ ഇടിച്ചു തെറിപ്പിക്കാൻ നിൽക്കും. എന്നിട്ട് പിണറായി പറയുന്നത് എന്താണ്? അവർ അപകടത്തിൽ പെടാതിരിക്കാൻ ജീവൻ രക്ഷിച്ചു. ജീവൻ രക്ഷിക്കുന്ന മാതൃകയായ പ്രവർത്തനമാണ് പോലീസ് അവിടെ കാണിച്ചത്. കറുത്ത തുണിയിട്ട് തീവ്രവാദികളെ പോലെ കൊണ്ടുപോയാലും ഇവർ പറയും അവരുടെ മുഖം ആരും കാണരുതല്ലോ, അവർക്കൊരു ഭാവി ഉള്ളതാണല്ലോ. അറസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ അവർക്ക് പിന്നീട് അവർക്ക് പെണ്ണ് കിട്ടുമോ? എന്താ കിട്ടാതിരിക്കാൻ? ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാ എന്താ കിട്ടാതിരിക്കാൻ? എവിടെ ബോംബ് വെച്ചിട്ടല്ലോ, പിണറായിക്കെതിരെ പ്രതിഷേധം നടത്തിയിട്ടല്ലേ? അപ്പൊ കിട്ടും. ഇന്ന് അടി കിട്ടുന്നവർ നാളത്തെ നേതാവ് സമ്മതിക്കില്ല. അത് ഞങ്ങള് സമ്മതിക്കില്ല. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ആരും അറിയണ്ട, ഞങ്ങള് മാത്രം അറിയാൻ മതി. ഇനി കറുത്ത തുണിയിട്ടായിരിക്കും പോലീസ് തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നത്. ഇത് പ്രതിഷേധാർക്ക് ഇട്ടതൊന്നും അല്ല കേട്ടോ. മുഖ്യൊന്നും വിചാരിക്കരുത്. മുഖ്യൊന്നും വിചാരിക്കുന്നില്ല. അപ്പൊ ഈ ബഹുമാനത്തിന്റെ കാര്യത്തിൽ
ഒരുമാതിരി ഊച്ചാലിത്തരം അല്ലേ കേട്ടോ അത്? ഊച്ചാലിത്തനൊന്നുമല്ല. നമ്മളിപ്പോ സർക്കാർ ഒരു തീരുമാനം പറയുന്ന കേക്കടോ. ഇടോ, ബഹുമാനം അങ്ങനെ ചോദിച്ചു മേടിക്കാനുള്ളതല്ല, അത് കണ്ടറിഞ്ഞൊക്കെ തരുന്നതാണ്. അറിഞ്ഞു തരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു വാങ്ങിക്കും. അല്ലെങ്കിൽ തന്നെ ഇതിനെ ചോദിച്ചു വാങ്ങുന്നു എന്ന് പറയുന്നത് എന്ത് ന്യായീകരണമാണ്? ഞാൻ പറയാം. ആ ബഹുമാനം ചോദിച്ചത് ഇങ്ങനെയായിരുന്നേ. ബഹുമാനം തരുന്നില്ല, ഇവിടെ ആരും ബഹുമാനം തരുന്നില്ല, ഞങ്ങൾക്ക് ബഹുമാനം കിട്ടുന്നില്ല, ഇങ്ങനെ എരന്ന് പിച്ചയെടുത്ത് മേടിച്ച ബഹുമാനം നിങ്ങൾക്ക് വേണോ കേട്ടോ? ഈ സർക്കുലർ ഇവിടെ നേരത്തെ സർക്കാർ ഒന്നും ഇറങ്ങിയിട്ടില്ലേ? സർക്കുലർ ഒന്നും ഇറക്കിയിട്ടില്ലേ? സർക്കുലർ ഇറക്കിയല്ലേ ഞങ്ങളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്? അതിനെങ്ങനെ എരന്ന് വാങ്ങിക്കുന്നു എന്ന് പറയുന്നത്? ഇവിടെ മുന്നേ ആരും സർക്കുലർ ഒന്നും ഇറക്കിയിട്ടില്ലേ? ഇതുപോലത്തെ സർക്കുലർ ഒന്നും ഇറക്കിയിട്ടില്ല. അത് പിന്നെ ഞങ്ങളുടെ സർക്കാർ ഇത്തിരി വ്യത്യസ്തമാണ്. ഞങ്ങൾ വ്യത്യസ്തമായ പാതയിലൂടെ സഞ്ചരിച്ചു നിൽക്കും. ആരും പോകാത്ത വഴികളിലൂടെ ഞങ്ങൾ പോയി നിൽക്കും. ഭ്രാന്തനെ പോലെ, ഭ്രാന്തന്മാരെ പോലെ. കുറെ ജനങ്ങൾക്ക് നാളെ വരുന്ന തലമുറയ്ക്ക് ബഹുമാനം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അതിനുള്ള ലക്ഷ്യമാണ് ഞങ്ങൾ. അയ്യോ, നാളെ വരുന്ന തലമുറയോട് നിങ്ങൾ ഇതാണോ പറഞ്ഞു കൊടുക്കുന്നത്? ബഹുമാനം തന്നില്ലെങ്കിൽ ആയിരുന്നു മേടിക്കണമെന്ന്. എനിക്ക് പോടോ, ഊച്ചാളിത്തരത്തിന് ഒരു പരിധിയില്ലേടോ? ഊച്ചാളിത്തനം അല്ല, ബഹുമാനപ്പെട്ട മന്ത്രി, ബഹുമാനപ്പെട്ട ഞങ്ങളുടെ എല്ലാ മന്ത്രി, മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, ഒരു എത്ര ബഹുമാനങ്ങൾ. ബഹുമാനപ്പെട്ട കപ്പിത്താൻ, ബഹുമാനപ്പെട്ട ഇരട്ടച്ചങ്കൻ, ബഹുമാനപ്പെട്ട വി ഡി സതീശനും കൊടുക്കുന്നുണ്ട് ബഹുമാനം. എല്ലാരും ബഹുമാനം ഇരിക്കട്ടെ. തലയ്ക്ക് മൂത്ത എല്ലാരും ബഹുമാനിക്കണമെന്നാണ് വീട്ടിൽ പഠിപ്പിച്ചു വിടേണ്ടത്. ബഹുമാനം ഇല്ലാത്ത കുറെ പേര് മന്ത്രി, മുഖ്യമന്ത്രി, പിന്നെ പിണു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ബഹുമാനം ഇല്ലാത്ത ഇല്ല, നമുക്കതൊന്നും അറിയാം. നമുക്ക് ഇഷ്ടം മറ്റേ ഏഭ്യന്തര വാഴയെന്ന് പറയാനാ. നിങ്ങൾ വാഴയെന്ന് പറഞ്ഞോണ്ട് ഇവിടെ ഇരിക്കല്ലോ. വാഴ ഒന്നില്ലല്ലോ, കൊലയ്ക്കുമല്ലോ. ഇത് കൊലയ്ക്കൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ കൊലച്ചു. ഞങ്ങൾ 10 വർഷം നന്നായിട്ട് കൊലച്ചിട്ടുണ്ട്. കൊലച്ചു. അത് പഴുത്തപ്പോ വെട്ടി വിൽക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് പിന്നെ അടുത്ത് വാഴക്കൂമ്പെടുത്ത് നട്ട് വളർത്തണമെന്ന് നാട്ടുകാർ പറയുന്നത്. അതെ അതെ അതെ. അങ്ങനെ പേട്ട് വാഴക്കൂമ്പൊന്നും കേരളത്തിന് ആവശ്യമില്ല. ഒത്തിരി പേട്ട് എത്ര പേട്ടായാലും വളർന്നുകൊണ്ടേ ഇരിക്കും. അങ്ങനെ പേട്ട് വാഴക്കൂമ്പൊന്നും നമുക്ക് വേണ്ട. പൊക്കോ. അതല്ല വരയ്ക്കൊരു തിലക്കം വെച്ചപ്പൊക്കെ ഇടച്ച് സൗഭാഗ്യം. ഇത് ആ ബഹുമാനിക്കട മല്ലൂസെ, എന്നെ ബഹുമാനിക്കട മല്ലൂസെ. കൊലക്കട മൂട്. ഒലക്കര മൂട്.